ഗൈസ്, ഇതാണ് എൻ്റെ പാർട്ട് 2. മണപ്പുള്ളിക്കാവ് വേലൻ്റെ ഭാഗമായിട്ട് തന്നെ അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടി ആയിരുന്നു. സോ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ കേക്ക് വേൾഡ്, പാലക്കാട് തന്നെ സ്റ്റേഡിയത്തുള്ള കേക്ക് വേൾഡിൽ പോയി കേക്ക് കട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ട് ശാലിനി ഉണ്ടായിരുന്നു, മേമ, അമ്മ, ലിജു എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. അതൊരു സർപ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ. അവർ സർപ്രൈസായി ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച് കുറച്ച് നേരം സംസാരിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. ഒരു നല്ല ഇതായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്തൊരിതായിരുന്നു. കാരണം അങ്ങനെ ബർത്ത്ഡേ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ സർപ്രൈസ് വന്നപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായി. പിന്നെ അമ്മയ്ക്കും വളരെ സന്തോഷമായി. അമ്മയും ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല രണ്ടാളും. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നേരെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നേരെ പോയി. അവിടെ വിൽക്കാൻ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. വളകൾ കണ്ടു, അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അമ്പലപ്പറമ്പിൽ പിന്നെ എന്തായാലും നിറയെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. നേരെ അമ്പലത്തിൽ പോയി. അവിടെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. എന്നാലും ഭഗവതിയെ കാണാൻ പറ്റി, തൊഴുതി. പിന്നെ പുറത്ത് വന്നപ്പോൾ പിന്നെ തിരക്ക് കുറച്ച് കൂടി. പക്ഷെ ഞങ്ങൾ പോണ സമയത്ത് അത്ര കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഞങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നു. അതിൻ്റെ തൊട്ട് തന്നെയാണ്, അവിടെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അയ്യപ്പൻ്റെ അവിടേക്ക് പോയി, തൊഴുതാൻ പോയി. അവിടെ പിന്നെ കുറച്ച് നേരം അമ്മയും ഞാനും മേമൊക്കെ കുറച്ച് നേരം ഇരുന്നു. നേരെ ഗാനമേളൊക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ലൈറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ അമ്മയും ഞാനും മേമയും കൂടെ ഇറങ്ങി. ഞങ്ങൾ നേരെ വേല വരുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. അപ്പോൾ അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ കുറച്ച് കടലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കടലൊക്കെ തിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുരാട്ടൻ വന്നത്. നമ്മുടെ കസിൻ തന്നെയാണ്. അങ്ങനെ ആളുടെ കോമഡി ഒക്കെ പറഞ്ഞ ആളെനിക്കൊരു കാളനൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാളനൊക്കെ കഴിച്ച് കുറച്ച് ടൈം ആകുമ്പോഴേക്കും വേല വന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അധികം വൈകിയില്ല. അല്ലെങ്കിൽ പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വൈകിട്ടാണ് വേല വരിക. ഇത് അധികം വൈകിപ്പിച്ചില്ല, പെട്ടെന്ന് വന്നു. പിന്നെ ബാൻഡ് സെറ്റും പിന്നെ കുറേ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അധികം കാണാൻ പറ്റില്ല തിരക്ക്. പിന്നെ മുരുകൻ, അതുപോലെ തന്നെ അയ്യപ്പൻ, പിന്നെ നമ്മുടെ ദേവിയുടെ ഒരു വേഷം, കൃഷ്ണൻ, പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഹനുമാൻ. അങ്ങനെ പലതരം വണ്ടി വേഷങ്ങളുണ്ടായിരുന്നു. ഗൈസ്, ഇതാണ് തട്ടിമേൽ കൂത്ത്. ഇങ്ങനെ മുളയിൽ അതിൻ്റെ മേലെ നമുക്ക് കുറേ ഡാൻസൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കോപ്പറേറ്റുകളൊക്കെ കാണിക്കും. കുറേ പലതരം വേഷങ്ങളാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ചുരുക്കത്തിൽ മണപ്പുള്ളിക്കാവ് വേല എന്ന് പറഞ്ഞാൽ 4 വേലയാണുള്ളത്. മണപ്പുള്ളിക്കാവ്, യാക്കര, കൊപ്പം, വടക്കഞ്ചിറ, അങ്ങനെ. ഇപ്പോൾ 4 സ്ഥലങ്ങളിൽ 4 വേലകളാണ് ഉണ്ടാകുന്നത്. അത് മൈതാനത്തു നിന്ന് ഒന്നിച്ചിട്ട് അവിടെ നിന്ന് സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ മണപ്പുള്ളിക്കാവിൽ ആന വന്നിട്ട് 15 ആനയാണ്. 15 ആനകളുടെ കുടമാറ്റവും അതുപോലെ വാദ്യവും അതൊക്കെ കണ്ട് കുറച്ച് സമയം നിന്ന്. പിന്നെ അധികം തിരക്കായപ്പോൾ ഞങ്ങൾ നേരെ വന്നു പൊടി വാങ്ങാനായിട്ട്. പിന്നെ കളർ കോലുമിഠായി കണ്ടപ്പോൾ അത് വാങ്ങി. പിന്നെ കുറച്ച് പൊരിയൊക്കെ വാങ്ങി, മേമയ്ക്ക് വാങ്ങി, അമ്മയും ഞങ്ങളും വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ മേമ പറയുന്നത് പൊരിയൊക്കെ വാങ്ങി, ഇനി കുറച്ച് അൽവ വാങ്ങണം, നമുക്കിനി നടന്നു പോവാം, ഓട്ടോനൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി സെറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോ ഞാൻ ഇനി ഇടുന്നതാണ്.